ഞാൻ ഈ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഞാൻ ആലോചിച്ച് പോയിരുന്നു. നമ്മൾ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD-മാരിന്ന് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിനൊക്കെ ഈ രാജ്യം ഒരു രാജ്യത്തെ നടത്തിക്കൊണ്ട് പോകാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സംവിധാനം അപേക്ഷിച്ചിട്ട് അവിടെ ഈ ആഭ്യന്തര കലാപം ജനങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. കാരണം എന്തുകൊണ്ടറിയോ, 2006 വരെ എന്ന് പറഞ്ഞാൽ 20 വർഷം പുറകിൽ വരെ അവിടെ നടന്നത് ആഭ്യന്തര കലാപത്തിൻ്റെ 15,000 ആളെയാണ് ഈ മാവോയിസ്റ്റ് സംവിധാനത്തിൽ 2006 തുടങ്ങി 96 തുടങ്ങി 2006 വരെ 16,000 ആളെയാണ് കൊന്നത്. അതിൽ 7,800 പേരെ കൊന്നാരെന്നറിയോ? സർക്കാർ തന്നെയാണ്. സർക്കാർ തന്നെ മാവോയിസ്റ്റുകളെ കൊല്ലുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അധികാരം പിടിച്ചെടുക്കേണ്ടത് എന്നുള്ളൊരു ധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആഭ്യന്തര കലാപം ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാവുന്ന ശൈലിയാണ് നേപ്പാളിൽ നേരത്തെ ഉള്ളത്. രാജഭരണത്തിൽ നിന്ന് അങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നത്. വലിയ രീതിയിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വെടിവെപ്പ് നടക്കുന്നു, രാജാവിൻ്റെ കൊട്ടാരം കയ്യേറി രാജാവിനെ കൊല്ലുന്നു, രാജകുടുംബത്തെ മുഴുവൻ സംവിധാനമാക്കുന്നു. എന്നിട്ട് അത് കയ്യേറി അവിടെ ജനാധിപത്യം വളരും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ്. ഒരു വികസനം വന്നിട്ടില്ല.